ഒന്നും சொல்லல ഇനിയും சொல்லுங்க ഞാൻ പലിശയ്ക്ക് പൈസ കൊടുക്കണമെല്ലാം നിർത്തി അതില്ല സാർ എനിക്ക് വെറും 5000 രൂപ മതി അടുത്ത മാസം ഞാൻ പലിശ അടക്കം തരാം ഇല്ല ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്നില്ല ഇപ്പോ ശരി ഇതേ പാരുங்க ഇവനെ ഊருக்கு போணுமா ഇവന് ഒരു 5000 രൂപ കൊടുക്കലേ നല്ല പയ്യ അവൻ കറക്റ്റാ തந்துரும் இப்போ ஏதாவது பிசினஸ் ஆனா கொடுங்க அப்போ நான் தரேன் என்னங்க சார் பிசினஸ் ஏதாவது பண்ணுங்க அப்போ நான் காசு தரேன் சார் நான் வந்து வெளியூர்காரன் எப்படி சார் இங்க ஊர்ல எல்லாம் பிசினஸ் செய்ய முடியும் நீங்க ஒரு லாட்டரி கடை தொடங்க முடியுமா ലോട്ടറി കടയാ ஆமா 10 കാശ് കയ്യിലില്ല സാർ ലോട്ടറി காசு வேണ്ട லாட்டரி நான் தரேன் ஏதாவது ஒரு கடை அட்ஜஸ்ட் பண்ணி செய்யுங்க ലോട്ടറി நீங்க தருவீங்களா ஆமா நான் தரேன் வித்ததுக்கு அப்புறம் காசு தந்தா போதும் நீங்க வித்து கமிஷன் எடுத்ததுக்கு அப்புறம் காசு தந்தா போதும் எவ்வளவு டிக்கெட் வேணா தரும் எவ்வளவு வேணும் தரேன் அல்ல சார் அப்படி ஒரு சிக்கல் இருக்குதே இல்லடா நாங்க கடை போடணும்னா அதுக்கு மேசை வேணும் போர்டு வேணும் அதுக்கெல்லாம் நான் காசு தரேன் அதுக்கு முதல்ல காசு தரும் ஆமா அப்புறம் தேவையான சொன்ன நாளைக்கு ലോട്ടറി ടിക്കറ്റ് തരും ஆமா அதுவும் சொல்றேன் പിന്നെ ஒரு மலையாளியும் கூட வைக்கணும் அது எதுக்கு சார் உங்க பார்ட்னர் ஒரு மலையாளி இருக்கட்டு அது சரிதான் കേരളത്തിൽ തന്നെ ബിസിനസ് പண்ற മലയാളി മലയാളി കിട്ടും ഞാൻ മലയാളിയല്ലേ കാസർഗോഡ് മലയാളിയല്ലേ നീ നിപ്പിയാ ഞാൻ മലയാളി ഞാൻ മലയാളി ഉണ്ട് ഇവർ പറ്റുമല്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേര് ചെന്നിട്ട് ലോട്ടറി കട അല്ലേ நீங்க முதலாளியே இருக்கல ஆமா அது சரிதான் ലോട്ടറി ഏജന്റ് അല്ലേ ഓ ശരി ശരി எப்போ சரியாகுதோ அப்போ പറഞ്ഞാ போதுം சரி நான் വിളിക്കാം സ്ഥലം എല്ലാം റെഡിയാണ് ഞാൻ കൂപ്പറേക്ക് സാർ ശരി ശരി ഓക്കേ സംഭവം അല്ലേ തങ്കപ്പെട്ട ഓ പിന്നെ ഇതുപോലത്തെ മനുഷ്യന്മാരെ നമ്മൾ കാണാൻ കിട്ടും കാലത്ത് சரி சரி മലയാളിയായിട്ട് നീ വരേന്ന് சொன்ன ഉന്നെ പരിയമുട്ടി വിടുമാ എപ്പോഴും പരിക്കൂട്ടിനൊക്കെ നിന്നിട്ട് എന്ത് കാര്യം നമുക്കൊരു ആവശ്യത്തിന് ഒരു പൈസ ചോദിച്ചാൽ ഇപ്പൊ ഒരു 5000 രൂപ ഇന്ന് ചോദിച്ചാൽ 25 ദിവസം കഴിഞ്ഞിട്ട് ആ പൈസ തരുന്നത് ഇതിപ്പോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ആവുന്ന 5000 രൂപ 2000 രൂപ 1000 രൂപ എടുത്ത് പോവാലോ അത് സരിതാ എപ്പോഴും നമ്മ അവരുടെ മുന്നിൽ ഇപ്പിടി നിൽക്ക വേണ്ടിയതില്ല നമുക്ക് ഒരു നാൾ മുതലാളി ആവണമല്ലേ പിന്നെ എനിക്ക് നാട്ടിലേക്കെല്ലാം പോകുമ്പോ എന്ത് വിലയുണ്ടാവും அது சரியா என்ன வேலைன்னு கேட்டா எனக்கு லாட்டரி ஏஜென்சி நானு அப்படின்னு சொல்லலாம் മുതലാളി அப்ப நமக்கு அந்த அம்பலத்துக்கு போற வழியில திருவில ஒரு இடம் இருக்குது இல்ல ஒரு டீ கடைக்கு பக்கத்துல காலையில நிறைய கூட்டம் இருக்கும் சாயந்தரம் அங்க நமக்கு கடை வச்சாலும் അത് മോശമല്ല നല്ല ആളുണ്ട് അവിടെ എപ്പോ നോക്കിയാൽ ആള് ലോട്ടറി എടുക്കാത്ത ഒരേ മനുഷ്യരും ഇല്ല നമുക്ക് அந்த സ്ഥലത്തില് റെഡി பண்ணலாமா അവിടെ പറ്റും എന്നാ നമുക്ക് അധികം നീട്ട വേണ്ട 2 നാൾ 3 നാൾക്കുള്ള തന്നെ ലോട്ടറി ആരംഭിக்கலாம் ഓക്കെയാ സാറെ വിളിച്ച് ഞാനെല്ലാം പറയട്ടെ എല്ലാം വിളിക്കും നമുക്ക് എന്തെങ്കിലും ഒരു പേരിടണ്ടേ ഇനി ആമാ പേര് വേണം എന്ത് പേരിടും ദൊരൈ ലക്കി സെന്റർ നല്ല അത് നിങ്ങൾക്ക് ഇപ്പൊ നമ്മ രണ്ടാളും കൂടിയിട്ട് തുടങ്ങുന്നത് നോക്കണം ഓ അത് ശരിയാ അപ്പൊ രണ്ടാളെ പേരും വേണം കുഞ്ഞുകുട്ടൻ ലക്കി സെന്റർ അത് മോശമല്ല അല്ല അത് മോശം എന്റെ പേര് മാത്രമില്ലേ ഞാൻ അപ്പൊ ഒന്ന് പണലാമേ കുഞ്ഞു ദൊരൈ ലക്കി സെന്റർ അപ്പൊ നീ എപ്പടിയോ പോയി പരിയൻകുട്ടിക്കിட்ட സമ്മതം വാങ്ങിട്ട് വാ ഞാന് അളിയനെ പാത്തുട്ട് പരീക്കാന്ന് കേൾക്കുമ്പോ തന്നെ இனி எதுக்கு பயப்படணும் இனி இங்க இருந்து அப்புறம் பரீக்க நம்ம முன்னாடி வந்து இப்படி நிற்கும் എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു കാറ് സ്വന്തമായിട്ട് டேய் நம்ம என்ன பிசினஸ் பண்ண போறேன் நம்ம லட்சப்பிரபு லாட்டரி சீட் தானே நம்ம வித்த டிக்கெட்ல ஃபர்ஸ்ட் பிரைஸ் அடிச்சுன்னு வெச்சுக்கோ நமக்கு கமிஷன் இருக்கு அப்ப അതിന്റെ പൈസയുള്ള കാർ മേടിക്കണം ഇനി അതില്ല വിക്കാത്ത ടിക്കറ്റ് ഇരിക്കുമല്ലേ അത് അടിച്ചിട്ട് വെച്ചുക്കോ ഫുള്ള് കാശ് നമുക്ക് തന്നെ എങ്ങനെയാണ് കാർ ഉറപ്പാണ് കാർ ഉറപ്പല്ലേ ശരി വാ പോവാം ഈ ബുദ്ധി നമുക്ക് അന്നേ തോന്നുന്നത് വാസുവേട്ടാ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ പിന്നെ വിളിച്ചു അതല്ല നിങ്ങള് ചോറെടുക്കാണ്ട് പോകുന്നുണ്ടാ ഇന്ന് ചോറ് വേണ്ട അന്ന് വേറെ പണിയാണല്ലോ നിങ്ങക്ക് നേരത്തെ പറഞ്ഞോടെ രാവിലെ എങ്ങനെ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്നാ പിന്നെ അത് വെക്കുമ്പോ ഇത് ചോദിച്ചോടെ നിനക്ക് ഇതൊന്നും കൊണ്ടുപോകുന്നല്ലേ പിന്നെന്താ നീ വേണ്ട നീ എന്നെ തിന്നു ഇത് തിന്നൂടെ കിട് അടുത്ത അടിയൊക്കെ വരട്ടെ അളിയാ അളിയാ ഇതെന്താ വരില്ലേ എങ്ങട് പണിക്ക് വരില്ലേ ഇല്ല ഇല്ല അതെന്താ പണിക്ക് വരാത്ത ரொம்ப பிஸி வர முடியல வேற வேலை இருக்கு അതെ 8-10 ദിവസം പിടിക്കണ പണിയാണ് നിന്നെ കൂടിയും കണ്ടിട്ടാണ് ഞാനത് എടുത്തത് 10 ദിവസം പോയിട്ട് 10 നിമിഷം சும்மா இருக்கிறதுக்கு டைம் இல்ல இல்லையா നീ എന്താ വരാത്തതല്ലേ കാര്യം പറയുന്നോട് അതിപ്പോ എല്ലാം അങ്ങോട്ട് சொல்லணுமா நான் வரல அவ்வளவுதான் അതിന് കാരണം എന്താണ് அதெல்லாம் இதுவா தெரிஞ்சுக்கும் இப்ப சொல்ல வேண்டிய அவசியம் இல்ல എന്നാ പിന്നെ വരണ്ട നിങ്ങള് പോയിക്കോ അപ്പൊ നീ എന്റെ കൂടെ വരുന്നില്ല இல்ல
തമിഴിൽ சொன்னது புரியலையா? ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല മലയാളത്തില്. പുരിഞ്ചതപ്പോ? അപ്പൊ എന്നാ നിനക്ക് പകരം ഞാൻ വേറെ ആളെ വെക്കട്ടെ? വേറെ ആളെ വെക്കട്ടെ? പിന്നെ എന്റെ കൂലിക്ക് വേറെ ആളൊക്കെ വെക്കാൻ ഒട്ടും. കടലില് മേലെ മോഹപ്പൂ കുരുവി പറന്നേ. ആശാനേ ആശാനെ 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 ആ ആശാനെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താണ് എന്താ ഈ കടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? ആശാനെ എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. എത്ര? ഒരാഴ്ചത്തെ മതി. ഒരാഴ്ചത്തെ ലീവോ? ഇതെന്തിനാണ് ഒരാഴ്ചത്തെ ലീവ് എനിക്ക്? ശരി, എനക്ക് ആവശ്യം ഉണ്ടാവില്ലേ ആശാനെ? ഒരാഴ്ച എന്താ ആവശ്യം എനിക്ക്? ആശാന്റെ ആവശ്യത്തിന് ആശാൻ എന്നോട് ചോദിക്കുന്ന ലീവ് വേണമെന്ന് ഉണ്ടാ? എന്താ ഈ ഹംക്ക് പറഞ്ഞ? അതിനെന്നല്ലേ ഇപ്പൊ ഞാൻ എന്നെ പണിക്ക് നിർത്തിയേക്കണേ. എന്റെ കടയിൽ എന്നെ പണിക്ക് നിർത്തിയേക്കണ എന്റെ ആവശ്യത്തിന് പോവാനും വരാനൊക്കെ അല്ലേ? അതെ. അതിന് പനക്കെന്താണ്? അപ്പൊ അതൊന്നും എനക്കറിയേണ്ട ആവശ്യമില്ല. എനക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. തരാൻ പറ്റുമോ? ഇതെന്താ കാരണം? കാരണം എന്തിനാന്ന് ആശാനോട് ഞാൻ പറയുന്നത്. എനിക്ക് എന്തെല്ലാം കാരണം? എനിക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ കല്യാണം കഴിച്ചില്ല ആശാനെ. കഴിച്ചില്ല. എനിക്കൊരു വീടുണ്ടോ മര്യാദക്ക്? അപ്പൊ എന്റേതായ ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് കല്യാണം കഴിച്ച് വീട് വെക്കാൻ പോവാ? ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം കഴിച്ച് എന്തെന്ന് ആശാൻ നിങ്ങൾ എന്താ കുഞ്ഞുട്ടച്ച് പറഞ്ഞൊരു പീഡയിൽ ഈ പണിക്ക് വന്നേക്കല്ലേ? ഈ അവിടെ വന്നിട്ട് ഒരു ഒറ്റ ദിവസം അങ്ങോട്ട് വന്നിട്ട് ഇക്ക് ഒരാഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എവർക്ക് പോലെ എന്റെ ഭാവി എനിക്ക് നോക്കണം ആശാനെ. അന്റെ ഭാവി നോക്കാൻ ഈ പീഡിയ അടച്ചു പൂട്ടിട്ട് ഞങ്ങട് പോവാ? അതാ ചെയ്യ? അന്നെ ഇവിടെ പണിക്കീർത്തിയല്ലേ? കണ്ട ആരും ഇവിടെ പണി ചെയ്ത സ്ഥലല്ലേ? പിന്നെ എനിക്ക് ഒരാഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞാല് ആശാൻ എന്നെ പിരിച്ചു വിട്ടാനൊക്കെ പ്രശ്നമില്ല. അത് ശരി. അപ്പൊ ഇവിടെ ഇത് പന്ന ആരെ പറഞ്ഞേമിച്ച് വിട്ട മാതിരി ഉണ്ടല്ലോ. ഇതാരാ എന്നെ പറഞ്ഞു വിട്ടേക്കാണല്ലോ ഇതും പറയാൻ പറഞ്ഞിട്ട്? ആരെ വന്നിട്ട് പറഞ്ഞാ? പറഞ്ഞാനാണോ? എന്ത്? അല്ലല്ല അങ്ങനല്ല. പിന്നെ എങ്ങനെ? അല്ല ആശ എന്താ ഉദ്ദേശിക്കണേ? എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് എന്തിനാ ഈ ഒരാഴ്ചത്തെ ലീവ്? മര്യാദക്ക് സത്യം പറഞ്ഞോ. എന്തിനാ എനിക്ക് ഒരാഴ്ചത്തെ ലീവ്? ആശാനെ എന്റെ പേഴ്സണൽ കാര്യാന്ന്. നിനക്കൊക്കെ സംസാരിച്ചു തുടങ്ങി. ലീവ് വേണം, അതിനൊരു മാറ്റമില്ല. ഇനി പിരിച്ചു വിട്ടാൽ ഒരു പ്രശ്നമില്ല ആശാനെ. ഇവിടുന്ന് പോയി ഞാൻ. പോണെങ്കിൽ പോയിക്കോ, ഒരാഴ്ച ലീവ് എടുത്തോ. പക്ഷെ ഇപ്പൊ ഈ പറയണ ഈ വർത്താനം ഉണ്ടല്ലോ, അതൊരു മര്യാദ ഇല്ലാത്ത വർത്താനാ. അയച്ചു മനസ്സിലായിക്കോ. അന്റെ പല കൂട്ടുകെട്ടിന് ഞാൻ നിന്നിട്ട് ഇതിച്ച് പറഞ്ഞ ശരിയല്ല. ഒരാഴ്ചക്കാണെങ്കിൽ ലീവ് വേണമെന്നെങ്കിൽ ഇന്ന് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ അതെന്റെ പൂതി എന്റെ മനസ്സിലിരിക്കുള്ളൂ. അയച്ചു മനസ്സിലായിക്കോ. ആശാനെ ഒരു മര്യാദ തന്നിട്ടുണ്ട്, ഞാൻ ബഹുമാനം തന്നിട്ടുണ്ട്. പറഞ്ഞേക്കാം. ഇനി അസ്ത്രം എന്റെ മോന്ത കുട്ടി നോക്കിയാൽ പിടക്കും ഞാന്. ആശാനെ ഇപ്പൊ വേണമെങ്കിൽ എന്നൊരു അടി അടിച്ചോ. അന്നെ അടിച്ചു ഞാന്. അടി കൊണ്ട് പൂജപ്പെടുന്നേ. ഞാൻ മര്യാദ അറിയിക്കോപ്പെടുന്നേ. ആശാന്റെ ചടാന് സൈക്കിൾ എടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇതുവരെ എടുത്തതോ തന്നെ. ഇനി ഞാൻ എന്റെ കാർ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരും. അതാണ് വെച്ചിട്ട് ഞാൻ പോകുക. ആശാനെ ഇറങ്ങടാ കുഞ്ഞുട്ടായി, ഇറങ്ങറിഞ്ഞപ്പെടുന്നേ. ഈ മര്യാദ ഇറങ്ങി അന്നപ്പോ എന്താ മനസ്സിലാക്കിയത് വെച്ചാല് എന്നാ ഞാൻ വേണ്ടത്